നാട്ടിൽ നിന്ന് ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് ഇവിടേക്ക് കാണാൻ വരികയെന്ന് പറഞ്ഞതിനെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്ന് തഞ്ചാവൂര് പോയി. രാത്രി 12 തൃശ്ശൂരിന്ന് തഞ്ചാവൂർക്കുള്ള ട്രെയിനിലായിട്ട് നമ്മൾ കയറിയത്. രാത്രി നല്ല ഉറക്കം ഇറങ്ങി. രാവിലെ നീക്കുമ്പോ കേരളം കഴിഞ്ഞിരിക്കണു കേട്ടാ. അങ്ങനെ രാവിലെ ഒരു 10 മണിയോടെ നമ്മൾ തഞ്ചാവൂർ ഇറങ്ങി. റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാ. 12:30 വരെ അമ്പലമുള്ളേ. ഈ ഒരു അമ്മച്ചി ലുക്ക് അല്ല, ട്രഡീഷണൽ ലുക്കിലാണ് കേട്ടോ ഞാനിന്ന് പോണേ. ഞങ്ങൾ പിന്നെ അവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ച് നേരെ അമ്പലത്തേക്ക് പോയിട്ടാ. റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കേട്ടോ അമ്പലം. ഇവിടെ എത്തിയിട്ട് നമ്മളെ 2 പേരായിട്ട് പറ്റിച്ചത്. ഒന്നീ മുല്ലപ്പ് വെക്കണ ചേച്ചിയും പിന്നെ ഓട്ടോറിക്ഷക്കാരനും. അങ്ങനെ മുല്ലപ്പൊക്കെ വാങ്ങിച്ചു വെച്ച് നമ്മൾ അമ്പലത്തിൽ കയറട്ടാ. വീക്കെൻഡ് ആയ നല്ല തിരക്കാട്ടെ ഇവിടെ. ഞങ്ങൾ പിന്നെ വർക്കിംഗ് ഡേയ്സിലെ പോയതുകൊണ്ട് അത്ര തിരക്കില്ല. അവിടെ കയറിനോട് തന്നെ നമുക്ക് ചെരുപ്പ് വെക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയി ഞങ്ങൾ ചെരുപ്പൊക്കെ വെച്ച് അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ റെസ്ട്രിക്റ്റഡ് ആണെന്ന് കേട്ടു. പക്ഷെ ആരും തടയിടതും കണ്ടില്ല. എല്ലാരും എടുക്കണ കണ്ടപ്പോ നമ്മളും എടുത്തു. ഇതാ അവിടുന്ന് ഒരു ചേട്ടൻ തന്നതാട്ടാ പ്രസാദം തോന്നുന്നു. ഈ അമ്പലത്തെ പറ്റി പറയാം. ഈ അമ്പലം പെരിയ കോവിൽ ഒരു രാജരാജേശ്വരി ടെമ്പിൾ എന്നായിട്ട് അറിയപ്പെടുന്നത്. ചോഴ വംശത്തിലെ രാജരാജ ചോഴനായിട്ട് ഈ അമ്പലം പണിതത്. ഈ അമ്പലത്തിന് 216 അടിയോളം നീളം കിട്ടാ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കോവിലുകളിൽ ഒന്നാട്ടത്. പിന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ ഈ അമ്പലത്തിന് നിഴലില്ല. കുറെ പ്രത്യേകതകൾ കിട്ടും ഈ അമ്പലത്തിന്. അമ്പലമൊക്കെ കണ്ടിറങ്ങുമ്പോ ഈ ചേച്ചി ഇവിടെ പ്രസാദം വിക്രം കണ്ടു. അപ്പൊ അതിന് 2 ലഡ്ഡു വാങ്ങിച്ചിട്ട് നല്ല ലഡ്ഡു ആയിരുന്നു കേട്ടോ. രാവിലെ ഒന്നും കഴിച്ചിട്ടാണില്ല. അപ്പൊ അമ്പലത്തിന് ഇറങ്ങിയത് ഇതിൽ കഴിക്കാതെ വെച്ച് നമ്മൾ പോയത് തഞ്ചാവൂർ പഴയ ബസ് സ്റ്റാൻഡിന്റെ അവിടെയുള്ള ഒരു റെസ്റ്റോറന്റിലേക്കാട്ടോ. അവിടുന്ന് ഒരു ഫ്രൈഡ് റൈസും കഴിച്ച്. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ട ഫോളോ സബ്സ്ക്രൈബ് ചെയ്യൂ.